മലപ്പുറം ജില്ലയിലെ തിരുനാവായ ഭാരതപ്പുഴ നിളാതീരം കുംഭമേള യജ്ഞവേദിയിലേക്ക് ഞങ്ങൾ കുടുംബസമേതം ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഇടയിലേക്ക്. നല്ലൊരു പ്രത്യേക വൈബ് ഫീലുണ്ട് ഇവിടെ. നമ്മുടെ ലാലേട്ടൻ്റെ നരസിംഹത്തിലെ ഇൻട്രൊഡക്ഷൻ സീനും ഇതേ ഭാരതപ്പുഴയിൽ വെച്ച്. ദാഹിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുടിവെള്ളം ഇവിടെ കൊടുക്കുന്നുണ്ട്. മെല്ലെ പുഴയരികിലോട്ട് ഞങ്ങൾ നീങ്ങി സ്നാനം തുടങ്ങി. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആരതി തെളിയിക്കുന്ന സ്ഥലം കുറച്ചകലെ കാണാൻ സാധിക്കും. ഒരുപാട് ജനങ്ങൾ അതിനടുത്തായി തമ്പടിച്ചിരിക്കുന്ന കാരണം അതിനടുത്തെത്തുക തന്നെ പ്രയാസം. കുളിയെല്ലാം കഴിഞ്ഞ് നല്ല ഒരു പുഴയുടെ ഭംഗിയും ആസ്വദിച്ച് സന്യാസിമാർ തമ്പടിച്ചിരിക്കുന്ന ഷെഡിലോട്ട് ഞങ്ങൾ നീങ്ങി. അതിയായ തിരക്ക് കാരണം പതിയെ മാത്രമേ അകത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഫ്രണ്ടിൽ തന്നെ സംഭാവനയ്ക്കായി വലിയ ഉരുളിയും ഹാപ്പി വൈബിലിരിക്കുന്ന സംഘാടകരും. വളരെ അട്രാക്റ്റീവായ ഒരു കിടിലൻ വിഗ്രഹം ഇവിടെയുണ്ട്. നല്ല ഭംഗിയാണ്. കുറേയധികം സന്യാസിമാരും അവരുടെ ആഗ്രഹം പേടിക്കുന്ന ഭക്തജനങ്ങളും ഇവിടെ സുലഭം. ഇവിടത്തേക്കാൾ തിരക്കാണ് നമ്മുടെ പ്രസാദ കൗണ്ടറിൽ. അങ്ങോട്ട് മെല്ലെ നീങ്ങി. നല്ലൊരു വൈബ് തന്നെ ഇവിടെ. എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്ന ഒട്ടധികം സന്യാസിമാർ. എല്ലാം നോർത്ത് ഇന്ത്യയിൽ നിന്നും വന്നതാണെന്ന് വിചാരിക്കുന്നു. നല്ല മലയാളി സ്വാമിമാരും ഇവിടെയുണ്ട്. പ്രസാദ കൗണ്ടറിൽ ഒടുക്കത്തെ തിരക്കാണ്. വളരെ ശാന്തരായിരിക്കുന്ന ഭക്തജനങ്ങൾ ആരതി കാണാൻ ഇരിപ്പിടം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പുഴയുടെ അപ്പുറത്തുള്ള ക്ഷേത്രത്തിൽ നിന്നും VIP പിന്നെ ആരതി തെളിയിക്കുന്ന സ്വാമിമാർക്കും വരാൻ ബോട്ട് സർവീസ് ഉണ്ട്. അത് കാണാനും നല്ല രസമാണ്. കുറേയധികം ഭക്തജനങ്ങൾ ഈ പുഴയിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട് ആരതി തെളിയിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ശക്തമായ നിരീക്ഷണവും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ബോട്ടിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ടാവും. ഇതൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഇത് നമ്മുടെ ആരതി തെളിയിക്കുന്ന സ്വാമിമാരാണെന്ന് തോന്നുന്നു. കാരണം ഉത്തരേന്ത്യയിൽ നിന്നും ടെൻറ്റുമായി വന്ന സ്വാമിമാരും ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. എൻ്റെ കുടുംബം ഇവിടെ ഇരിപ്പുറപ്പിച്ചു. പക്ഷേ ഞാൻ മെല്ലെ പുഴയുടെ തീരത്തോട്ട് നീങ്ങി വെള്ളത്തിലിറങ്ങി കുറച്ചുകൂടെ ഭംഗിയായി കാണാൻ പറ്റുന്ന സ്ഥലത്തോട്ട് മാറി നിന്ന്. അവിടെയും നല്ല തിരക്കാണ്. സൂര്യാസ്തമയത്തോടുകൂടി പൂജ പരിപാടികളൊക്കെ ആരംഭിക്കാനുള്ള ആളുകളും എല്ലാവരും എത്തി. ആരതി തെളിയിക്കുന്നതിൻ്റെ ആദ്യഘട്ടങ്ങൾ തുടങ്ങി. മനോഹരമായ സംഗീതത്തിലൂടെ വിഷ്ണു ക്ഷേത്രം നോക്കിയാണ് ആരതി സമർപ്പിക്കുന്നത്. മനോഹരങ്ങളിൽ മനോഹരമാണ് കുംഭമേള എന്ന് ഞാൻ അറിഞ്ഞ നിമിഷം ദേ ഇതാണ്. തന്നെയാണ് മഹാകുംഭമേള നമ്മുടെ നാട്ടിലും. ഇപ്പോഴാണ് മനസ്സിലായത് എന്തിനാ ഇത്ര ഭക്തജനത്തിരക്ക് ഇവിടെ എന്ന്. ഈ ഒരു അനുഭവം ഇവിടെ വന്നു തന്നെ കാണണം. നേരെ കാണാൻ പറ്റാത്തവർക്ക്, വളരെ ദൂരത്ത് നിന്നൊക്കെ കാണാൻ പറ്റാത്തവരുണ്ട്. അവർക്ക് വേണ്ടി വലിയ സ്ക്രീനിലും ഇവിടെ കാണാൻ പറ്റും. നല്ല ക്ലിയറോടെ, ക്ലാരിറ്റിയോടെ, അത്യധികം നല്ല മനോഹരമായ സംഗീതത്തോടെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. കലാപരിപാടികൾക്കുള്ള ടീമുകളെയും ഇവിടെ കാണാം. ഒരത്ഭുതം തന്നെ ശരിക്കും. ഭക്തജനങ്ങളുടെ ഭക്തി എന്താണെന്ന് കാണാൻ പറ്റിയ സുവർണ നിമിഷം ഇതാണ്. ആരതി കഴിഞ്ഞ് വേറെ അധികം പരിപാടികൾക്കൊന്നും നിൽക്കാതെ ഞങ്ങളും എല്ലാം തിരിച്ചു. കാരണം അത്രയും തിരക്കുണ്ട്.